പ്രോക്സിമിറ്റി ഈസ് പവർ. ഇതാണ് ഇന്നത്തെ വിഷയം. 2025 ഡിസംബർ 31. ഈ 2025 വിഷൻ ബോർഡ് ചെയ്ത ആൾക്കുണ്ട് ഒന്ന് ചാറ്റിൽ റിപ്ലൈ ചെയ്യാൻ പറ്റും. യെസ്, ടോം ജോർജ് ഉണ്ട്, ദരുൺ ഉണ്ട്. ഒരു വർഷത്തെ പ്ലാനിങ് നമ്മൾ ഒരു 10-year ടാർഗറ്റ് ഉള്ള വ്യക്തികൾ ആരൊക്കെയാണ്? 2035 നാം എവിടെ എത്തണമെന്ന് കൃത്യമായി ധാരണ, ഒരു പ്ലാനിങ്ങോടുകൂടി നിൽക്കുന്ന വ്യക്തി. യെസ് യെസ്, ഒരുപാട് വ്യക്തികൾക്ക് 10 വർഷത്തെ ടാർഗറ്റ്. ഇന്നത്തെ എൻ്റെ ചോദ്യം, who do you spend with the most time with? ആരോടൊപ്പമാണ് നിങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്? 2025 ടാർഗറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. 10 വർഷത്തിന് അപ്പുറം നമ്മൾ എന്തായിരിക്കണം എന്ന ഒരു ധാരണ, അതിനുവേണ്ടിയാണ് നാം ഓരോരുത്തരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ആരോടൊപ്പമാണ്? ഒന്ന് പറയാൻ പറ്റുമോ? ആരാണ് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള വ്യക്തി? ആരൊക്കെയാണ്? ദരുൺ, ആരൊക്കെയാണ് ചുറ്റുപാടുമുള്ള വ്യക്തികൾ ഇന്നുള്ളത്? മോർണിംഗ് മുജീബ് സർ. ഇപ്പോ എന്താ പറയാ, ബിസിനസ് ലൈഫ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫ് നോക്കുകയാണെങ്കിൽ എന്താ പറയാ, ഞാൻ തുടങ്ങിയ സമയത്ത് ഓഫ് കോഴ്സ് നമ്മുടേതായ ഒരു ടീം മെമ്പേഴ്സും അവരൊക്കെ ആയിട്ടായിരുന്നു. പക്ഷെ ബിസിനസ് മുമ്പോട്ട് പോകാൻ കുറച്ച് സെയിൽസ് എല്ലാം അങ്ങനെ കിട്ടാതായപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ആ ഒരു പ്രോക്സിമിറ്റി ഞാൻ കൂട്ടണമെന്നും എൻ്റെ ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് ആ ഒരു എന്താ പറയാ കോൺഫറൻസ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അത് ത്രൂ കുറച്ച് ഹയർ ലെവലിലെ ഇൻഡസ്ട്രി ആയിട്ടുള്ള ആൾക്കാരുടെ ബന്ധങ്ങൾ കിട്ടാൻ തുടങ്ങി. അത് ത്രൂ എനിക്ക് സെയിൽസുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയിരുന്നു, ഓക്കെ, ഞാൻ ഇപ്പോൾ ഉള്ള, കാരണം ഞാൻ എൻ്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ കൂടെയുള്ളവരിൽ ഞാനായിരുന്നു ടോപ്പ്. ഓക്കെ, ഞാൻ അവിടെ നിന്ന് ആണ് ഇങ്ങനെ ഓരോന്ന് പോയപ്പോൾ മനസ്സിലായി, ഓക്കെ, ഞാൻ ഒന്നുമല്ല ഒരു ഇൻഡസ്ട്രി വൈസ് നോക്കുമ്പോൾ. ബിസിനസ് ലൈഫ് നോക്കുകയാണെങ്കിൽ പിന്നെ പേഴ്സണൽ ലൈഫ് ഓഫ് കോഴ്സ് ഈ പറഞ്ഞ കമ്മിറ്റി അങ്ങനെയൊക്കെ പണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് മാറി. ഇപ്പോ വളരെ ചെറിയൊരു സർക്കിളിലായിട്ടാണ് ഇപ്പൊ പോകുന്നത്. താങ്ക് യു വെരി മച്ച്. നമുക്ക് വലിയ ആഗ്രഹങ്ങളുണ്ട്, വലിയ സ്വപ്നങ്ങളുണ്ട്, വലിയ ലക്ഷ്യങ്ങളുണ്ട്. പക്ഷെ ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി നാം എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ കുറെ വർഷങ്ങളുടെ ഫലമായിട്ടാണ് നാം ഇവിടെ എത്തിയത്. പക്ഷെ ഇവിടെ നിന്ന് നാം ഒരു 10-year പ്ലാനിങ് നടത്തുമ്പോൾ, ഒരു 10-year ടാർഗറ്റ് വെക്കുമ്പോൾ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും ഇതിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ചിലർ 100% ആയിരിക്കാം, ചിലർ 200% ഡിഫറൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ബിസിനസ്സിൽ 500%, 1000 ടൈംസ് ഒക്കെ പ്രതീക്ഷിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. പക്ഷെ ആ ഒരു പ്രതീക്ഷ നമ്മെ മുന്നോട്ടേക്ക് നയിക്കും. നാം നിലകൊള്ളുന്ന ഭാഗം, അതല്ലെങ്കിൽ നമ്മോട് ചുറ്റുമുള്ള ആളുകൾ ആരൊക്കെ എന്ന ചോദ്യത്തിന് വളരെ പ്രാധാന്യം. ഇന്ന് നാം നിലകൊള്ളുന്ന വ്യക്തികളെ വെച്ചുകൊണ്ട് നമ്മുടെ 10-year ടാർഗറ്റിലേക്ക് നമുക്ക് എത്തുവാൻ സാധ്യമാണ്. ഈ ഒരു ചോദ്യം പലപ്പോഴും നാം ചോദിക്കാറില്ല എന്ന്. എങ്ങനെയാണ് നാം ഓരോരുത്തരും മുന്നോട്ടേക്ക് പോകേണ്ടത്? എവിടെയാണ് നാം ഫോക്കസ് ചെയ്യേണ്ടത്? 10 വർഷത്തിനപ്പുറത്ത് എൻ്റെ ഇൻഡസ്ട്രിയിൽ, എൻ്റെ ഓർഗനൈസേഷനെ, എന്നെ ഞാൻ പൊസിഷൻ ചെയ്യപ്പെടുന്നത് എവിടെയാണ്? നാം ഓരോരുത്തരും നമ്മോട് ചോദിക്കുന്നു. അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളാണ് നാം ഓരോരുത്തരും തന്നെ ചെയ്യേണ്ടത്. ഇന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇന്ന് അധ്വാനിക്കുന്ന രീതിയിൽ മുന്നോട്ടേക്ക് പോയാൽ ഒരിക്കലും തന്നെ നാം പ്രതീക്ഷിക്കുന്ന ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുത്തുവാൻ സാധ്യമല്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യക്തികളെ
നാം മാറ്റേണ്ടതുണ്ട്. തീർച്ചയായിട്ടും തന്നെ നാം വളരെയധികം സെലക്റ്റീവ് ആയിക്കൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടെ നാം മാറ്റിയെടുക്കേണ്ടത്. കൃത്യമായി ഇന്റൻഷനലി നാം ഓരോരുത്തരും അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം സ്റ്റീവ് ജോബ്സിന്റെ സ്റ്റോറി, അല്ലെ? സ്റ്റീവ് ജോബ്സിനെ നാം കേൾക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് ഐഫോണും ഐപാഡും ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ. എങ്ങനെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ബ്രാൻഡായി മാറി? എവിടെയായിരുന്നു അദ്ദേഹം ഫോക്കസ് ചെയ്യപ്പെട്ടത്? ആറ് കൂട്ടത്തിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത്? ദ റൈറ്റ് സർക്കിൾ ഷേപ്സ് യു. ഏറ്റവും പ്രധാനപ്പെട്ടത് റൈറ്റ് സർക്കിൾ. ദാറ്റ്സ് എ ലെസൺ നമ്പർ 1. നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും തന്നെ അത് റൈറ്റായ പാത്തിലേക്ക്. 17-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വോസ്നിയാക്കുമായി പരിചയപ്പെടുന്നത്. അദ്ദേഹം ഒരു നല്ലൊരു എഞ്ചിനീയർ ആയിരുന്നു. എന്നാൽ സ്റ്റീവ് ജോബ്സോ അദ്ദേഹം നല്ലൊരു മാർക്കറ്ററും അതോടൊപ്പം തന്നെ ഒരു വിഷണറിയുമായി. ഇത്തരത്തിലൊരു കോമ്പിനേഷനിലാണ് ആപ്പിൾ എന്നൊരു പ്രോഡക്റ്റ് ലോകം കാണുന്നത്. നമ്മുടെ മാത്രം പ്രത്യേകത കൊണ്ട് നമുക്കൊരിക്കലും തന്നെ വലിയ ഓർഗനൈസേഷന് പലപ്പോഴും ഉണ്ടാക്കിയെടുക്കുവാൻ സാധ്യമല്ല. നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യക്തികൾ, കാരണം നമുക്ക് എന്തൊക്കെയാണ് മിസ്സിംഗ് ഉള്ളത് എന്ന് നാം കൃത്യമായി മനസ്സിലാക്കണം. ആ മിസ്സിംഗ് ഉള്ള ലൈൻ അത് സൂപ്പറായി നമുക്ക് ഫുൾഫിൽ ചെയ്യുവാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ വ്യത്യാസങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ, നമ്മുടെ ഓർഗനൈസേഷനിൽ വരുത്തുവാൻ സാധിക്കും. അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ ദ റൈറ്റ് സർക്കിൾ, നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യക്തികളെ നാം മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഒരു നല്ലൊരു എഞ്ചിനീയർ അല്ലായിരുന്നു എങ്കിൽ അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ വോസ്നിയാക്കിനെ പോലുള്ള ഒരു വ്യക്തി വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഈ ലോകത്തിന് ഒരിക്കലും തന്നെ ആപ്പിൾ എന്ന പ്രോഡക്റ്റ് കാണുവാൻ സാധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ നാം എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും തന്നെ നമുക്ക് അലോൺ ദ ഹാഡ് ടാലന്റ്, ടുഗദർ ദേ ക്യാൻ ക്രിയേറ്റ് ഹിസ്റ്ററി. ഒരു പക്ഷേ നമുക്കൊരിക്കലും തന്നെ ഒരൊറ്റ വ്യക്തിയെ എന്നുള്ള നിലയിൽ ഹിസ്റ്ററി ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമല്ല. പക്ഷേ പലപ്പോഴും നാം ഒന്നിച്ചു നിൽക്കും ആണ് പല ചരിത്രങ്ങളും നമുക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കും. ലോകത്തിൽ നടന്നിട്ടുള്ള എല്ലാവിധ ചരിത്രങ്ങളും ഇന്നിപ്പോൾ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം കൊളാബറേഷന്റെ കാലഘട്ടം, ഒരിക്കലും തന്നെ ഒരു സിംഗിൾ ലൈനിലൂടെ നമുക്ക് വലിയ ചരിത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. സോ ദ റൈറ്റ് സർക്കിൾ ഷേപ്സ് യു. തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുപാടുമുള്ള ആ ഒരു റൈറ്റ് സർക്കിളാണ് നമ്മെ വളരെയധികം ബിൽഡ് ചെയ്യുന്നത്. 1994 ഞാൻ റിയാദിലെത്തുന്നത്. ഏകദേശം 15 വർഷങ്ങൾ കൊണ്ട് 19ഓളം ഷോപ്പുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. 2015 4 ഷോപ്പായിരുന്നു എൻ്റെ പക്കലുണ്ടായിരുന്നു. 16 ഒന്നായി മാറി. ഒറ്റ ദിവസം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട 3 ഷോപ്പുകൾ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു. പിന്നീട് അപ്രധാനമായ ഒരു സ്ഥാപനം മാത്രമായിരുന്നു ഹോൾസെയിലിൽ ഇന്ന് നിലകൊള്ളുന്ന ആ ഒരു സ്ഥാപനമായിരുന്നു എൻ്റെ പക്കലുണ്ടായിരുന്നു. തീപിടുത്തത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് 3 ഷോപ്പുകൾ എന്നിൽ നഷ്ടപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം എനിക്കൊരു കോൾ ലഭിച്ചു. മുജീബ്, വി നീഡ് സം പ്രോഡക്ട്സ്, ക്യാൻ യു പ്ലീസ് അറേഞ്ച്? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. ആ ഒരു കോളാണ് പിന്നീട് എൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചത്. ചില വ്യക്തികൾ നമ്മളിലേക്ക് എത്തപ്പെടുന്ന ആ രീതിയിൽ നമുക്ക് മുന്നേറുവാൻ, നമ്മെ ഹെൽപ്പ് ചെയ്യാൻ, നമുക്ക് ഓപ്പർച്യൂണിറ്റികൾ കണ്ടെത്തുവാനുള്ള കഴിവും അതോടൊപ്പം തന്നെ നമുക്ക് ചുറ്റുപാടും അത്തരത്തിലുള്ള വ്യക്തികളെയും ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചാൽ നമുക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. രണ്ടാമത്തെ ഭാഗം, മെന്റേഴ്സ് ചേഞ്ച് ദ ഗെയിംസ്. തീർച്ചയായിട്ടും സ്റ്റീവ് ജോബ്സിനെ മാറ്റിയെടുത്ത് രണ്ടാമത്തെ ഘടകം
അദ്ദേഹത്തിന്റെ മെന്ററായിരുന്നു, ഇൻവെസ്റ്റർമാർ കൂടിയായിട്ടുള്ള വ്യക്തിയായിരുന്നു മൈക്ക് മാർക്കുല, ദ ഇൻവെസ്റ്റർ ആൻഡ് ദ മെന്റർ. അദ്ദേഹമായിരുന്നു ആപ്പിളിന്റെ മറ്റൊരു വിഷ്ണു. അതല്ലെങ്കിൽ അദ്ദേഹത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ച വ്യക്തിയായിരുന്നു മൈക്ക് മാർക്കുല. നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള സർക്കിളും അതോടൊപ്പം തന്നെ നമുക്ക് വലിയ വലിയ കാഴ്ചകൾ കാണിച്ചു തരുന്ന മെന്റേഴ്സുമാണ് നമ്മുടെ ഓർഗനൈസേഷനെ വലിയ രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കും. 2019 അവസാനത്തെ കനൻ ഫെയറിന് ഞാൻ ചൈനയിൽ പോയപ്പോൾ എനിക്ക് പുതിയ ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായി. 2020 സ്പോർട്സിന്റെ വർഷമാണ്. കുറെ കാര്യങ്ങൾ അന്ന് ചെയ്തെടുക്കാൻ സാധിച്ചു. കുറെ മെഷീനറിയെ കുറിച്ച് പഠിച്ചു. കുറെ കാറ്റലോഗ്സുമായിട്ടാണ് ഞാൻ തിരിച്ച് റിയാദിലേക്ക് എത്തിയത്. ഡിസംബർ വന്നു, കണ്ടെയ്നേഴ്സ് എല്ലാം തന്നെ ഡിലേ ആയി തുടങ്ങി. ജനുവരിയിൽ വീണ്ടും 15-20 ദിവസം. ഫെബ്രുവരിയിൽ ഞാൻ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു, കോവിഡ് എന്നൊരു രോഗമുണ്ട്, അതുകൊണ്ട് തന്നെ ഓഫീസുകളെല്ലാം പലപ്പോഴും അടച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും ഒരു പക്ഷേ ഡിലേ ആവാനുള്ള സാധ്യതയുണ്ട്. മാർച്ച് 26 ലോകം മുഴുവൻ ലോക്ക്ഡൌണിലേക്ക് എത്തി. അന്നാണ് ഈ കോവിഡിന്റെ ഏറ്റവും വലിയ പ്രഹരശേഷി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്നുവരെ ലോകം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ലോകം മൊത്തം എന്ത് ചെയ്തു, വീണ്ടും ലോക്ക്ഡൌണിലേക്ക് എത്തി. അതിനുശേഷം 2020 അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ബിസിനസ് ചെയ്തു ആ കോവിഡ് കാലഘട്ടം. 21 ജാനുവരിയിൽ എനിക്കൊരു കോൾ വന്നു വീണ്ടും, മുജീബ്, സെയിൽസിനെ കുറിച്ച് എന്തെങ്കിലും പഠിക്കണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു, 2020 നല്ല ഒരു അടിപൊളി സെയിൽസ് നടത്തില്ല, ഇനി എന്ത് പഠിക്കാനാണ്? കഴിഞ്ഞ 25 വർഷത്തെ എക്സ്പീരിയൻസിനപ്പുറത്ത് ഇനി എന്ത് പഠിക്കാൻ? ഇതായിരുന്നു എൻ്റെ ഒരു മനോഭാവം. ഞാൻ അതിന് കൂടുതൽ ഒന്നും തന്നെ ഇമ്പോർട്ടൻസ് നൽകിയില്ല. ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരിയിലെത്തി. ആ ഫെബ്രുവരിയിൽ സെയിൽസിൽ കുറച്ച് താളപ്പിഴവുകൾ വരുന്നോ എന്നൊരു സംശയം മാത്രം, യഥാർത്ഥത്തിൽ സംഭവിച്ചിരുന്നില്ല. മാർച്ച് നോക്കിയപ്പോഴും കോവിഡിൽ നിന്ന് കുറച്ചൊക്കെ കാര്യങ്ങൾ മാറി തുടങ്ങി. പക്ഷേ കോവിഡിന് മുൻപേയും പിന്നിലെ എന്നുള്ള രീതിയിലേക്ക് ബിസിനസ്സിനെ മാറുമെന്നൊരു തോന്നൽ, അത്തരത്തിലൊരു ഇൻഡ്യൂഷൻ വീണ്ടും മനസ്സിലേക്ക് വന്നു. ഇത്രയും കാലം ചെയ്ത രീതിയിൽ മുന്നോട്ടേക്ക് പോയാൽ ഒരിക്കലും തന്നെ എന്നെയും എൻ്റെ ഓർഗനൈസേഷനും മുന്നോട്ടേക്ക് കൊണ്ടുപോകും. 2020 ഞാനൊരു വ്യക്തിയെ പരിചയപ്പെട്ടു 4AM ക്ലബിലൂടെ. ആ വ്യക്തിയാണ് വീണ്ടും പഠിക്കണമെന്നൊരു ചിന്ത എന്നിലേക്ക് ഉണ്ടാക്കിയത്. 25 വർഷത്തോളം ബുക്കുകളെല്ലാം തന്നെ മടക്കി വെച്ചു പ്രവാസ ലോകത്ത് ബിസിനസ് രംഗത്ത് പ്രവർത്തിച്ചതിന് ശേഷം ഒരിക്കലും തന്നെ തോന്നിയിരുന്നില്ല ഇനിയും കൂടുതൽ പഠിക്കണം. അദ്ദേഹത്തിന്റെ ശ്രമ ഫലമായിക്കൊണ്ട് വീണ്ടും ബുക്കുകൾ തുറന്നു. ഒരു വർഷത്തിന് ശേഷം മെയ് 16 ഞാൻ ആദ്യമായി അനിൽ സാറിന്റെ ഒരു സെഷനിലേക്ക് എത്തുന്നത്. എങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ടും സെയിൽസ് നടത്താം. 4 ആഴ്ചത്തെ ഒരു സെഷനായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ സെഷനിൽ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണിത്. കാരണം പുതിയ കാലഘട്ടത്തിലേക്ക് നാം സെയിൽസിനെയും നമ്മൾ ഓർഗനൈസേഷൻ സെറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു മെന്റർ, ഒരു കോച്ച് നമുക്ക് അത്യാവശ്യമാണെന്നൊരു ബോധ്യമില്ല. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഞാൻ കിങ്സ് ക്ലബിലേക്ക് ജോയിൻ ചെയ്തു. ആ ഒരു യാത്ര ഇന്നും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും ദീർഘമേറിയ ഒരു യാത്ര അദ്ദേഹത്തോടൊപ്പം ചെയ്യുവാൻ സാധ്യമെന്ന്. കാരണം ജിയോഗ്രഫിക്കലി ഒരുപാട് വ്യത്യാസങ്ങളുള്ള സ്ഥലം. അതിരാവിലെ 3:30 മണിക്ക് എണീക്കുക, 4 മണിക്ക് സെഷൻസ് അറ്റൻഡ് ചെയ്യുക, ഇതൊക്കെ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ ഒക്കെ നമുക്കുണ്ട്. പക്ഷേ വർഷങ്ങൾ ഒരേപോലെ കൊണ്ടു കിടക്കാൻ വളരെയധികം പ്രയാസം. ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ പാഠം, ആഴ്ചകൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ ഒരു കാര്യം തന്നെ നേടിയെടുക്കാൻ സാധ്യമല്ല. പക്ഷേ ചില നിമിഷങ്ങളിൽ നാം എടുക്കുന്ന ചില തീരുമാനം,
ആ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കും. അത്തരത്തിലൊരു തീരുമാനമായിരുന്നു ഈ ഒരു കിങ്സ് ക്ലബിലേക്ക് ജോയിൻ ചെയ്യുക എന്ന്. പിന്നീട് എൻ്റെ പ്രവർത്തനത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് സാധിച്ചു. 2019 ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത് കഴിഞ്ഞ 23 വർഷത്തെ സെയിൽസും 2 വർഷത്തെ സെയിൽസും എങ്ങനെ ഒന്നാക്കി മാറ്റുവാൻ സാധിക്കുന്നത്. ഇതായിരുന്നു ആദ്യത്തെ ഫോക്കസ്. പിന്നീട് വീണ്ടും മാറ്റങ്ങൾ വരുത്തുവാൻ. തീർച്ചയായിട്ടും തന്നെ നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണാം. നമ്മുടെ ഓർഗനൈസേഷനെ നമ്മെ ബിൽഡ് ചെയ്യുന്നതിൽ നമ്മോടൊപ്പമുള്ള അല്ലെങ്കിൽ നമ്മെ ബിൽഡ് ചെയ്യുന്നതിൽ ഒരുപാട് വ്യക്തികൾ സ്വാധീനം ചെലുത്താറുണ്ട്. നമുക്ക് ചുറ്റുപാടുമുള്ള വ്യക്തികളെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും? ഓഗിൻ സാറിന്റെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും? ഇത്തരത്തിൽ നമ്മുടെ സർക്കിളിൽ മാറ്റം വരുത്തിയപ്പോൾ നമുക്കും നമ്മുടെ ഓർഗനൈസേഷനും ഉണ്ടായ വ്യത്യാസങ്ങളെ കുറിച്ച്. എൻ്റെ ഇപ്പോഴത്തെ പ്രസന്റ് ഇലക്ട്രിക്കൽ എർത്തിങ് ആൻഡ് ലൈറ്റിംഗ് പ്രൊഡക്ഷൻ ഡിവൈസസിന്റെ ഈ ഒരു യാത്ര 2006 എൻ്റെ സ്ഥാപനം തുടങ്ങിയത്. അതിനുശേഷമുള്ള ഈ ഒരു കാലഘട്ടത്തിനിടയിൽ ഞാൻ റിട്ടയർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ മിസ്റ്റർ ഗോപി അദ്ദേഹവുമായി പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് ഈ ഇൻഡസ്ട്രിയിൽ 2-3 ജേർണലുകൾ എഴുതാൻ സാധിച്ചു. ആ ജേർണലുകൾ എല്ലാം തന്നെ എക്സൽ എർത്തിങ്സിന്റെ മൊത്തത്തിലുള്ള ഒരു പൊസിഷനിങ് വേറൊരു ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു മീറ്റിംഗ് ആയിരുന്നു നിങ്ങൾ തമ്മിൽ. കാരണം ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറുതായിട്ടൊരു ബ്രൈബ് ചെയ്യാൻ ഉദ്ദേശിച്ചു. അദ്ദേഹം മേടിച്ചില്ല. അങ്ങനെ അദ്ദേഹത്തിൽ ഞാൻ ഇംപ്രസ്ഡ് ആയി. പിന്നെ അദ്ദേഹം റിട്ടയർ ആവുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തു. റിട്ടയർ ആയതിനു ശേഷം അദ്ദേഹത്തിന് ഞാൻ എൻ്റെ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു തോട്ട് പ്രോസസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കൊളാബറേഷൻ, സത്യത്തിൽ ആളത്ര ഒരു സ്പീഡി ആക്ഷൻ ഓറിയന്റഡ് വ്യക്തിയൊന്നും ആയിരുന്നില്ല. ബട്ട് അദ്ദേഹത്തിനെ ഞാൻ എംപവർ ചെയ്ത് അദ്ദേഹത്തെ കൊണ്ട് എഴുതിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്തത്. അതുപോലെ വാസ്തവത്തിൽ പല സാഹചര്യങ്ങളെ കണക്ട് ചെയ്യാണെന്നുണ്ടെങ്കിലും എക്സിബിഷനുകളിൽ വെച്ച് പലരെ പരിചയപ്പെടുമ്പോഴാണെങ്കിലും അതുപോലെയുള്ള സെമിനാറുകളിൽ വെച്ച് പല ഡിസ്കഷനിലൂടെ കിട്ടുന്ന അറിവുകളോട്, ഈവൻ നമ്മുടെ മെന്റേഴ്സിന്റെ പല ക്ലാസ്സുകളിൽ നിന്നും ഇംപ്ലിമെന്റേഷൻ കിട്ടാൻ നമ്മൾ ശ്രമിച്ചും കൊണ്ട് നമ്മൾ നമ്മളൊരു റിയൽ ഡിസ്കഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ലൈഫിൽ വളരെ വളരെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. നേരത്തെ മുജീബിക്കോ അതോ ടോമോ പറഞ്ഞ ആ 1 സെക്കൻഡിനുള്ളിൽ കിട്ടുന്ന ഒരു തിരിച്ചറിവ്, തരുൺ പറഞ്ഞ 1 സെക്കൻഡിൽ കിട്ടുന്ന ഒരു തിരിച്ചറിവ് നമ്മൾ പല ലെവലിലേക്ക് പ്രോക്സിമിറ്റിയിൽ നിന്ന് നമ്മളെ ഒരു പെർമനന്റ് ലൈഫിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്. മൂന്നാമത്തെ പോയിന്റ്, റിജക്ഷൻ റീഡയറക്ട്സ് യു. റീഡയറക്ഷൻ പലപ്പോഴും പല കാര്യങ്ങളും ആ രീതിയിലാണ് വരാറ്. സ്റ്റീവ് ജോബ്സെ പടുത്തുയർത്തിയ ആ ഒരു പ്രസ്ഥാനം 30ാമത്തെ വയസ്സിൽ അദ്ദേഹം എന്ത് ചെയ്തു? അതിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നു. പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും വളരുവാനുള്ള സാഹചര്യങ്ങൾ. പലപ്പോഴും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നാം വളരെയധികം താഴോട്ടേക്ക് ആണ് പോവാറുള്ളത്. പക്ഷെ അദ്ദേഹം വീണ്ടും മുന്നോട്ടേക്ക് പോയി. പിക്സൽ അതുപോലെ തന്നെ നെക്സ്റ്റ് മുതലായ പുതിയ കമ്പനികൾ തന്നോടൊപ്പം പുതിയ ടാലന്റ് ഉള്ള ആളുകളെ ചേർത്തുകൊണ്ട് പുതിയ രീതിയിലേക്ക് അദ്ദേഹം വളരുവാൻ തുടങ്ങി. ഒരിക്കലും തന്നെ അദ്ദേഹം നല്ലൊരു വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാടുകളാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിക്കൊണ്ടേയിരുന്നത്. എൻ്റെ കൂട്ടത്തിൽ എന്നേക്കാൾ കഴിവുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കണം. വ്യത്യസ്തങ്ങളായ ഏരിയകളിൽ അതിൻ്റെതായ സ്ട്രോങ് പേഴ്സൺസിനെ നാം നിലനിർത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. അതാണ് നമ്മുടെ സ്ഥാപനത്തെ വളർത്തുന്നതിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നത്. അത്തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്? ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ
ഏതെങ്കിലും പ്രശ്നങ്ങൾ വന്നു, ആ പ്രശ്നങ്ങൾക്ക് ശേഷം നമ്മുടെ ഓർഗനൈസേഷനെ, നമ്മുടെ ലൈഫിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു, 2016 4 ഷോപ്പിൽ നിന്നും ഒരൊറ്റ ദിവസം കൊണ്ടായിരുന്നു ഒരു ഷോപ്പിലേക്ക് മാറി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂംസും അതുപോലെ തന്നെ കോസ്മെറ്റിക്സും എല്ലാം തന്നെ 5 റിയാലിനും 10 റിയാലിനും കൊടുത്ത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് എനിക്ക് ആ കോൾ വന്നത്. മുജീബ്, കുറച്ച് പ്രോഡക്ട്സ് വേണം, അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരു കോളായിരുന്നു. പിന്നീട് ആ വ്യക്തികളുമായി അല്ലെങ്കിൽ ആ പ്രസ്ഥാനവുമായി മുന്നോട്ടേക്ക് പോയപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് പുതിയ പുതിയ കാഴ്ചകളായിരുന്നു. ഇത്തരത്തിലുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ജയക്ക എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? വളരെയധികം സ്ട്രോങ് ആയ ഒരു ഹിറ്റിലൂടെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ച എന്തെങ്കിലും കാര്യം ജയക്ക? ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഞാനത് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. പിന്നെ കാർഷിക കവർ രംഗത്ത് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ മാത്രമായിരുന്നു അതിൻ്റെ ഒരു രാജാവായിട്ടുണ്ടായത്. പിന്നെ ചൈനയിൽ നിന്നും തായ്വാനിലൊക്കെ സാധനം വന്നിരുന്നു. പക്ഷെ അതൊക്കെ ഒരു ഫ്ലെക്സിബിൾ ടൈപ്പാണ്. ഏത് വണ്ടിക്കും എല്ലാ വണ്ടിക്കും ഇടാൻ പറ്റുന്ന ഫ്ലെക്സിബിൾ ടൈപ്പാണ്. അപ്പൊ ഞാൻ വന്നതിന് ശേഷമാണ് ഞാൻ ഇറങ്ങി ഇപ്പോഴാണ് ഈ ഓരോ വണ്ടിയുടെയും മെഷർമെന്റ് വെച്ചിട്ട് സീറ്റ് കവർ ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതി ഞാൻ തയ്യാറാക്കിയത്. അങ്ങനെ അതിന് ഞാൻ വളരെ സക്സസ് ആയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് മെറ്റീരിയൽ അമേരിക്കയുടെ ഒറിജിനൽ മെറ്റീരിയൽ അമേരിക്കൻ വണ്ടിക്ക് ഉപയോഗിക്കില്ല. അപ്പൊ അതിന്റെ സ്റ്റോക്ക് സാധനങ്ങൾ കിട്ടും. റേറ്റ് വളരെ ചീപ്പാണ് അതിന്റെ. പക്ഷെ അതിൽ കുറച്ച് ഡാമേജസ് ഉണ്ടാവും, അത് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് പോകാം. അപ്പൊ അങ്ങനെ ആ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്താണ് എനിക്ക് നല്ല വളർച്ച ഉണ്ടായത്. അത് ഇങ്ങനെ മെറ്റീരിയൽസ് ഇഷ്ടം പോലെ വന്നുകൊണ്ടായിരുന്നു. അത് ഞാൻ അങ്ങനെ അടിച്ചു. മാർക്കറ്റ് ഒരു കോമ്പറ്റീറ്റർ ഉണ്ടായിട്ടില്ല. കാരണം ചൈനക്കാരുടെ അവരുടെ മെറ്റീരിയൽ ഇറക്കി കൊണ്ടുവന്നാൽ ഇവിടെ ആരും വാങ്ങുന്നില്ല, ഈ അമേരിക്കൻ സ്റ്റോക്കിലോട്ടാകുമ്പോൾ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഈ സ്റ്റോക്കിലോട്ട് തീർന്നുകൊണ്ടേ വന്നു ഇങ്ങനെ. അപ്പൊ എന്റെ പ്രൊഡക്ഷൻ കൂടി, എന്റെ ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽ കിട്ടാതായി. അപ്പോഴാണ് ഞാൻ പിന്നെ ചൈനയുടെ ഒരു ഏജന്റ് വന്ന സമയത്ത് അവരോട് ചോദിച്ചു, ഇതുപോലത്തെ മെറ്റീരിയൽ ഉണ്ടാക്കി തരാൻ പറ്റും? അവൻ പറഞ്ഞു, ഇതുപോലത്തെ പറ്റില്ല, ഞങ്ങളുടേതായ മെറ്റീരിയൽ ഉണ്ടെന്ന് പറഞ്ഞ് അവർ മെറ്റീരിയൽ കാണിച്ചു. അത് എൻ്റെ വലിയൊരു പിന്നെ ഒരു റോങ് തീരുമാനമാണ്. പക്ഷെ എനിക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ലായിരുന്നു. കാരണം അത്രയും ബൾക്ക് പ്രൊഡക്ഷൻ വരുമ്പോൾ ആ മെറ്റീരിയൽ സ്റ്റോക്കിലോട്ട് മെറ്റീരിയൽ കിട്ടാതാവുമ്പോൾ എന്തായാലും എനിക്ക് സാധനം വേണമെന്ന് വെച്ചിട്ടാണ് ഞാൻ അവരോട് ചൈനയുടെ ആ മെറ്റീരിയൽ വാങ്ങി തുടങ്ങിയത്. പക്ഷേ ചൈനയുടെ ഒരു സാധനം വാങ്ങിച്ചാൽ നമുക്ക് മാത്രമല്ല കിട്ടുക, അതിന് ചൈനയിലെ എല്ലാ ഫാക്ടറിക്കും കിട്ടും, ആർക്ക് വേണമെങ്കിലും കിട്ടും. ചൈന അങ്ങനെയാണ്. അത് എനിക്ക് പിന്നീട് എൻ്റെ സാധനങ്ങളുടെ മാർക്കറ്റിൽ ഇറങ്ങാൻ തുടങ്ങി. അതേ മെറ്റീരിയലിൽ ചൈന ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഒരു ഡയറക്ഷൻ ഞാൻ അന്ന് മാറ്റിയില്ലായിരുന്നെങ്കിൽ, അന്ന് ആ പ്രൊഡക്ഷൻ ഹെവി പ്രൊഡക്ഷൻ ആക്കാതെ ആ ചെറിയ ഒരു മിനിമം ക്വാണ്ടിറ്റി അത്ര എനിക്ക് ആ മെറ്റീരിയൽ കിട്ടുമായിരുന്നു. അതിൽ തന്നെ പിടിച്ച് തൂങ്ങിയിരുന്നെങ്കിൽ ഒരിക്കലും ഒരു കോമ്പറ്റീഷൻ എനിക്ക് ഉണ്ടാവില്ലായിരുന്നു. അതിനുശേഷം നല്ല കോമ്പറ്റീറ്റർ വന്നു. പക്ഷെ ഞാൻ പിടിച്ചു നിന്നു. എൻ്റെതായ പല അടവുകൾ ഉപയോഗിച്ച് ഞാൻ പിടിച്ചു നിന്നു. ഞാൻ പറഞ്ഞു വന്നത്, ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് കുറച്ചും കൂടി നമ്മൾ പക്വമായിട്ട്, കാരണം ഇന്നാണെങ്കിൽ ഞാൻ അതിൽ പോകുമായിരുന്നു. എന്താ വെച്ചാല് സാറ് പറയാൻ അങ്ങനെയാണല്ലോ, നമ്മൾ എപ്പോഴും പ്രീമിയം സെല്ലിങ്ങിലേക്ക് തന്നെ നോക്കണം. ഈ ബൾക്ക് പ്രൊഡക്ഷനിലേക്കോ ബൾക്ക് സെയിലിലേക്കോ നോക്കരുത്. നമ്മളെ അന്നത്തെ ആ മാർക്കറ്റിലെ എല്ലാ ഡിമാൻഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിന്റെ പിന്നാലെ പോയത് കൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത്. ആ ചിന്തയാണ് എനിക്ക് അന്ന് കിട്ടിക്കൊണ്ടിരുന്ന ആ മിനിമം ക്വാണ്ടിറ്റിയിൽ കിട്ടിക്കൊണ്ടിരുന്ന പ്രോഫിറ്റ് ഇപ്പോ ഈ ബൾക്ക് അടിച്ചാലും എനിക്ക് കിട്ടാത്ത രൂപത്തിലേക്ക് കോമ്പറ്റീറ്റർ റേറ്റ് കുറച്ചിട്ട് ഞങ്ങളുടെ ബിസിനസിന്റെ ആ ഒരു ഇതിലേക്ക് മാറി. പ്രൈസ് പിന്നെ പ്രോഫിറ്റ് ആ ലെവല് പണ്ട് അടിച്ചുകൊണ്ടായ 4000 അടിക്കുമ്പോൾ അതേ പ്രോഫിറ്റാണ് ഇന്ന് ഈ മെറ്റീരിയലിൽ 8000 അടിക്കുമ്പോഴും കിട്ടുന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കുറെ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരുന്നുണ്ട്. അതൊക്കെ വിധിയാണ് അങ്ങനെ എടുത്തത്. അപ്പൊ അതാണ് എൻ്റെ ഈ അഭിപ്രായത്തിൽ എനിക്ക് ഒരു അനുഭവം. താങ്ക് യു വെരി മച്ച്.
നാലാമതായി അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്ത അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തീരുമാനം, ഗ്രോത്ത് ഈസ് അബൌട്ട് ഹൂ യു അലൗ ഇൻ. ഗ്രോത്ത് ഈസ് അബൌട്ട് ഹൂ യു അലൗ ഇൻ. പലപ്പോഴും തന്നെ നാം ഓരോരുത്തരും ചെയ്യാറുള്ളത്, നമ്മുടെ ഓർഗനൈസേഷനിൽ നാം ആണ് ഏറ്റവും വലിയ, നമ്മോടൊപ്പം തന്നെ ഏറ്റവും നല്ല പ്രൊഫഷണൽസിനെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പലപ്പോഴും നാം തയ്യാറാവാറില്ല. കാരണം പലതരത്തിലുള്ള പേടികൾ. സാറ് നമ്മളെപ്പോഴും പഠിപ്പിക്കാറുള്ള ഒരു കാര്യമാണ്, എങ്ങനെ ഏതൊക്കെ രീതിയിൽ നാം എക്സിറ്റുകൾ നടത്തണം. എവിടുന്ന് 7 ടൈപ്സ് ഓഫ് എക്സിറ്റിനെ കുറിച്ച് നാം പലപ്പോഴും സംസാരിക്കാറുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഓരോരോ ഘട്ടത്തിൽ നാം എക്സിറ്റ് ആയാൽ മാത്രമേ നമ്മുടെ ഓർഗനൈസേഷനെ വളർത്തുവാൻ സാധിക്കൂ. എല്ലാ കാര്യത്തിലും നാം തന്നെയാണ് ഒരു സോൾ അതോറിറ്റി എന്ന രീതിയിൽ മുന്നോട്ടേക്ക് പോയാൽ ഒരിക്കലും തന്നെ നമ്മുടെ ഓർഗനൈസേഷനെ വേണ്ടത്ര രീതിയിൽ, നല്ല രീതിയിൽ നമുക്കൊരിക്കലും തന്നെ വളർത്തുവാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ആപ്പിളിലേക്ക് വന്നപ്പോൾ ആപ്പിളിന്റെ വ്യത്യസ്തങ്ങളായ പ്രോഡക്റ്റുകൾ അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചു. തീർച്ചയായിട്ടും റിജക്ഷൻ മാത്രമല്ല, നാം എങ്ങനെ തിരിച്ചു വരുന്നു, തിരിച്ചു വരുമ്പോൾ നമ്മോടൊപ്പം ആരൊക്കെ ഉണ്ടായിരിക്കണം, എങ്ങനെ നമ്മുടെ ടീമിനെ ബിൽഡ് ചെയ്യണമെന്നും നാം ഓരോരുത്തരും തന്നെ പഠിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് നമ്മുടെ ഓർഗനൈസേഷനെ നാം ഉദ്ദേശിക്കുന്നതിനപ്പുറത്ത് വളർത്തുവാൻ നമുക്ക് ഓരോരുത്തരും സാധിക്കണം. അദ്ദേഹത്തിന്റെ ഫേമസ് കോട്ടായിട്ടുള്ള യു കാൻ കണക്ട് ദ ഡോട്ട്സ് ലുക്കിംഗ് ഫോർവേഡ്, യു ക്യാൻ ഓൺലി കണക്ട് ദം ലുക്കിംഗ് ബാക്ക്വേഡ്. പലപ്പോഴും പിന്നിലേക്ക് നോക്കിയാൽ മാത്രമാണ് പല ഡോട്ടുകളും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കാം. നാം ഓരോരുത്തരും തന്നെ ചെയ്യാറുള്ളത് മുന്നിലേക്ക് മാത്രം നോക്കി മുന്നേറുക എന്നുള്ളത് ആണ് ചെയ്യുന്നത്. ഈ രീതിയിൽ നമ്മുടെ ചുറ്റും, നമുക്ക് ചുറ്റും, നമ്മുടെ ഓർഗനൈസേഷൻ ചുറ്റും കൃത്യമായ ധാരണയോടുകൂടി ഉള്ള വ്യക്തികളെ നാം നിലനിർത്തുമ്പോൾ നമുക്ക് പലതരത്തിൽ മുന്നേറുവാൻ സാധിക്കുന്നു എന്നുള്ള. തീർച്ചയായിട്ടും തന്നെ നമ്മുടെ ഓർഗനൈസേഷനെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. നാം എവിടെയാണോ പ്രതീക്ഷിക്കുന്നത്, ഒരു കാര്യം നാം ഓരോരുത്തരും തന്നെ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ കുറേ നാളത്തെ പ്രവർത്തന ഫലമായി കൊണ്ടാണ് നാം ഇന്ന് ഇവിടെ എത്തിയത്. ഇന്നത്തെ സ്കില്ല് കൊണ്ടോ ഇന്നത്തെ അറിവുകൾ കൊണ്ടോ ഒരിക്കലും തന്നെ നാം ഉദ്ദേശിച്ച സ്ഥലങ്ങളിൽ നമുക്ക് എത്തുവാൻ സാധിക്കുകയില്ല എന്നുള്ളത്. അതിന് നാം വീണ്ടും പഠിക്കേണ്ടതുണ്ട്. ആ പഠിത്തം കൊണ്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നാം ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളിൽ എത്തുവാൻ സാധിക്കും. പലപ്പോഴും നാം വിഷൻ ബോർഡുകളും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്യാറുണ്ടെങ്കിൽ പോലും അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത വിധത്തിൽ നാം പരാജയപ്പെടുന്നത് നാം അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന ചോദ്യത്തിന് പലപ്പോഴും ഇല്ല എന്നുള്ളത്. 2020 എൻ്റെ ഒരു ചിന്ത, ഇന്ന് ഇതിനേക്കാൾ വലിയ എക്സ്പീരിയൻസ് എന്താണ് ഉള്ളത്? പക്ഷെ 21 തീരുമാനം വലിയ വ്യത്യാസങ്ങളാണ് വരുത്തിയത്. എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലോ അതല്ലെങ്കിൽ കോളേജ് ലൈഫിലോ പ്രൊഫഷണൽ രംഗത്ത് ഒരിക്കലും തന്നെ ഒരു നല്ലൊരു പ്രസന്റർ ആകാൻ എനിക്ക് സാധിച്ചിരുന്നത്. ഒരു ഓഡിയൻസുമായി എങ്ങനെ സംവദിക്കുവാൻ സാധിക്കും, എങ്ങനെയാണ് നാം അവരോട് സംസാരിക്കേണ്ടത് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയതിന് ശേഷമാണ് നമുക്ക് നമ്മെ ബിൽഡ് ചെയ്യുവാൻ സാധിക്കും. കാരണം നമ്മുടെ ഓർഗനൈസേഷൻ എന്നാൽ നാമാണ്. നാം എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, എല്ലാം തന്നെ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. നാം നമ്മുടെ ഓർഗനൈസേഷനെ വലിയ രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും തന്നെ നാമും അതോടൊപ്പം തന്നെ വളരേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ സ്റ്റീവ് ജോബ്സിന്റെ സ്റ്റോറിയിലൂടെ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത്, സറൗണ്ട് യുവർ സെൽഫ് വൈസ്ലി, യുവർ ഫ്യൂച്ചർ സെൽഫ് വിൽ താങ്ക് യു. തീർച്ചയായിട്ടും തന്നെ നാം ചെയ്യേണ്ടത് നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യക്തികളെ ഏറ്റവും ബുദ്ധിപരമായി നിലനിർത്തുവാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഫ്യൂച്ചർ വളരെയധികം വ്യത്യസ്തമാക്കുവാൻ സാധിക്കും. ഇന്ന് നമ്മുടെ പക്കൽ എന്താണോ ഉള്ളത് അതിൻ്റെ 5 ഇരട്ടിയോ 10 ഇരട്ടിയോ 50 ഇരട്ടിയോ നാം പ്രതീക്ഷിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും തന്നെ ഏറ്റവും ആദ്യം ബിൽഡ് ചെയ്യപ്പെടേണ്ടത് നമ്മെയാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യക്തികളെ എങ്ങനെ നമുക്ക് മാറ്റിക്കൊണ്ട് പുതിയ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുവാൻ സാധിക്കുമെന്ന് നാം ഓരോരുത്തരും തന്നെ ചിന്തിക്കേണ്ടതുണ്ട്.
അങ്ങനെയെങ്കിൽ ഏത് രീതിയിലാണ് നാം നമ്മെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും? പ്ലാൻ യുവർ ഡേ. തീർച്ചയായിട്ടും തന്നെ നമ്മുടെ ദിവസങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വർഷങ്ങളിലെ ടാർഗറ്റുകൾ നമ്മളെ പക്കലുണ്ട്. 6 മാസത്തെ ടാർഗറ്റ് ഉണ്ട്, ക്വാർട്ടർലി ടാർഗറ്റ് ഉണ്ട്, മന്ത്ലി കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, ഒരുപക്ഷെ വീക്കിലി മീറ്റിങ്ങുകൾ നാം നടത്താറുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ദിവസങ്ങൾ തന്നെയാണ്. നമ്മുടെ ദിവസങ്ങളെ നാം എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും ഭംഗിയായിക്കൊണ്ട് നമുക്ക് ഏത് രീതിയിലാണ് നമ്മുടെ ദിവസത്തെ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് മുന്നേറുവാൻ സാധിക്കും? ഉണർന്നതിന് ശേഷമുള്ള ആദ്യത്തെ 1 മണിക്കൂർ സേവേഴ്സ് എന്ന് പറയുന്നു. ഈ സേവേഴ്സ് ആണ് പലപ്പോഴും നമ്മളെ വലിയ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തെ ഭാഗത്ത് അതിന് സൈലൻസും അതോടൊപ്പം തന്നെ വിഷ്വലൈസേഷനും എക്സസൈസും റീഡിങ്ങും സ്ക്രിപ്റ്റിങ്ങും നാം എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. കൃത്യമായി ഒരു ദിവസത്തെ നമുക്ക് പ്ലാൻ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് നാം ഓരോരുത്തരും തന്നെ ഓരോ ദിവസത്തെയും പ്ലാൻ ചെയ്യപ്പെടുന്നത്? ആരാണ് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ റെഡിയുള്ള? നമ്മുടെ ദിവസങ്ങളെ എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു? അഡ്വക്കേറ്റ് ഷിബു ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് സാറിന്റെ ദിവസത്തെ പ്ലാൻ ചെയ്യുന്നത്? മ്യൂട്ടായി, ക്യാമറ ഓഫായി സർ. ഓക്കെ, റൈറ്റ്. യെസ്, കേൾക്കുന്നുണ്ടോ സാർ? തീർച്ചയായിട്ടും. ഞാൻ രാവിലെ 6 മണിക്ക് പ്ലാൻ ചെയ്താൽ എണീക്കും. സാറ് പറഞ്ഞ പോലെ ഒരു ഫസ്റ്റ് 1 hour വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണെന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടും ഞാനും അങ്ങനെ ചിന്തിക്കുന്നത്. ആ സമയത്ത് തന്നെ അതിനുള്ളിൽ തന്നെ എല്ലാം പ്ലാൻ ചെയ്യും. പിന്നെ ചെറിയ എക്സസൈസ് ഒക്കെ ഉണ്ട്. ഒരു ഡേ ആ 1 hour പ്ലാൻ ചെയ്ത് മാറും. ഓക്കെ, എത്രമാത്രം സാറിന് അത് ഉപകാരപ്പെട്ടു? ലൈഫിലുണ്ടായിട്ടുള്ള ഒരു വലിയൊരു വ്യത്യാസത്തെ കുറിച്ച് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും ഈ രീതിയിൽ പ്ലാൻ ചെയ്യപ്പെട്ടപ്പോൾ? നമുക്ക് ഒരു ദിവസം നമുക്ക് വളരെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഓരോ ദിവസവും സാർ പറഞ്ഞ പോലെ രാവിലത്തെ 1 മണിക്കൂർ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതാണെന്നുള്ളത് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. എനിക്കത് അറിഞ്ഞുകൂടെങ്കിലും ഞാനത് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, സാറ് പറഞ്ഞപ്പോ അത് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടി. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിന്റെ ആസ്പദമായി നിൽക്കുന്ന ഉണർന്നതിന് ശേഷമുള്ള ആദ്യത്തെ 1 hour നാം എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ മണിക്കൂർ അത് നമ്മൾ ലേണിങ്ങിനും സ്ക്രിപ്റ്റിങ്ങും എക്സസൈസും അതേപോലെ തന്നെ യോഗ പോലുള്ള സൈലൻസ് മെഡിറ്റേഷന് നാം ചെലവഴിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. അതോടൊപ്പം തന്നെ ഓരോ ദിവസത്തെയും പ്ലാൻ ചെയ്യുക എന്നതാണ്. പ്ലാൻ ചെയ്യുമ്പോൾ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്നത് അതാത് ദിവസം അന്ന് പ്ലാൻ ചെയ്യുക എന്നുള്ളത്. കാരണം നാം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നത് ഒരു 1 year പ്ലാനിങ്ങിൽ അല്ലെങ്കിൽ 3 year പിക്ചറിലൂടെയാണ് നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ 10 വർഷത്തിന് ശേഷം ഞാൻ എവിടെ എത്തണം? ഇന്ന് സാറ് ഒരു അഡ്വക്കേറ്റ് ആണെങ്കിൽ 10 വർഷത്തിന് ശേഷം ഞാൻ ഇരിക്കേണ്ടുന്ന ഒരു ഏരിയ എവിടെയാണ്? അതിനു വേണ്ടി വെർ യു വാണ്ട് ടു ബി ആഫ്റ്റർ 10 years. പലപ്പോഴും നാം ഓരോരുത്തരും ഫോക്കസ് ചെയ്യും ഇന്ന് നമുക്ക് എങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും, ഇന്ന് എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന്. തീർച്ചയായിട്ടും തന്നെ നമ്മുടെ പ്രവർത്തനത്തിൽ ഇന്ന് എന്നൊരു വരുന്നുണ്ട്. നാം ഫോക്കസ് ചെയ്യപ്പെടേണ്ടത് നാളേക്ക് വേണ്ടി. 10 വർഷത്തിന് ശേഷം നാം എവിടെ എത്തണം? 2021 ഇത്തരത്തിലൊരു സെഷൻ ഭാഗമായി നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത് സൺഡേസിൽ ഗസ്റ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ദിവസം ഗസ്റ്റ് അവൈലബിൾ ആയിരുന്നില്ല. അന്ന് ഒമാനിൽ നിന്നുള്ള മനുസാർ ഒരു വോയിസ് ഇട്ടു, ആരാണ് സെഷൻ എടുക്കാൻ തയ്യാറുള്ളത്?
സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തികൾ അന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നു. ഞാനൊരു മെസ്സേജ് അയച്ചു, സാറേ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തരും. എന്നെ അത്രമാത്രം പരിചയം ഉണ്ടായിരുന്നില്ല. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ഇന്ന് ഞാൻ ഓർക്കുന്ന. മുജിബ്, ഒരുപാട് വ്യക്തികളുണ്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ, സീനിയേഴ്സ് ആയിട്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ട്. പക്ഷെ താങ്കളെ പോലെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു വ്യക്തി വന്നിട്ട് എനിക്കൊരു അവസരം തരുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈവൻ റൈറ്റ് ഓർ നോട്ട് വി നീഡ് ടു സപ്പോർട്ട്. തീർച്ചയായിട്ടും തന്നെ നാളെ നിങ്ങൾക്ക് സെഷൻ എടുക്കാം. അങ്ങനെയാണ് ഞാൻ ആദ്യമായി ഈ ഒരു കിങ്സ് ക്ലബിൽ ഒരു സെഷനിലേക്ക് വന്നത്. കാരണം നമുക്കുള്ള ഇൻസൈറ്റുകൾ, നമ്മളെ എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ പോലും നാം അത് പ്രകടിപ്പിക്കുവാൻ, ചില ഓപ്പർച്യൂണിറ്റികൾ വരുമ്പോൾ അതിനെ നമ്മൾ ഗ്രാബ് ചെയ്യുവാൻ ശ്രമിച്ചാൽ മാത്രമാണ് നമുക്ക് ഓരോരുത്തർക്കും തന്നെ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കലും തന്നെ അന്ന് ഇത്തരത്തിൽ ഒരു 45 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 1 hour സെഷൻ പ്രാപ്യമായിരുന്നില്ല. എന്നിരുന്നാൽ പോലും ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ ഗ്രാബ് ചെയ്യാൻ ശ്രമിച്ചു. അതോടൊപ്പം പിന്നീട് അങ്ങോട്ടേക്ക് ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റികൾ എപ്പോൾ വരുമെന്ന പ്രതീക്ഷയും. കഴിഞ്ഞ ദിവസം അഖിൽ എനിക്കൊരു മെസ്സേജ് അയക്കണം, മുജിബ്, ആർ യു റെഡി ടു ടേക്ക് എ സെഷൻ നെക്സ്റ്റ് സൺഡേ? യെസ്. നാം ഈ പ്ലാറ്റ്ഫോമിൽ പഠിക്കുക മാത്രമല്ല, സാറിന് നമ്മൾ എപ്പോൾ പഠിപ്പിക്കുക, നാം പഠിച്ചുകൊണ്ടേയിരിക്കുക. അതോടൊപ്പം തന്നെ നാം മറ്റുള്ളവരെ പഠിപ്പിക്കപ്പെടുമ്പോൾ, നമ്മൾ ടീമിനെ നാം പഠിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസിലൂടെയാണ് നാം ഓരോരുത്തരും വളരുന്നത്. തീർച്ചയായിട്ടും തന്നെ നാം പ്ലാൻ ചെയ്യേണ്ടുന്നത് തലേ ദിവസം ഉറങ്ങുന്നതിന് മുമ്പായിരിക്കണം. നാളത്തെ പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ്? ഡെലിഗേഷൻ സീക്രട്ടിനെ കുറിച്ച് നാം പഠിച്ചു. എവിടെയാണ് നാം ചെയ്യേണ്ടത്? 6 കാര്യങ്ങൾ, 6 ലെവൽസ് ഓഫ് എബിലിറ്റീസിനെ കുറിച്ച് നാം ഓരോരുത്തരും പഠിച്ചു. എന്തൊക്കെയാണ് നാം ഡെലിഗേറ്റ് ചെയ്യുന്നത്? ടെറിബിൾ ആയിട്ടുള്ള കാര്യങ്ങളും പൂറായിട്ടുള്ള കാര്യങ്ങളും ആവറേജ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്നും മാറ്റി നിർത്താൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിൽക്കാലത്ത് ഗുഡും ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെയും നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്ന് നാം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നത് പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയാണ്. അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളാണ് നാം ഓരോരോ ദിവസവും. വെർ യു വാണ്ട് ടു ബി ആഫ്റ്റർ 1 year, എവിടെയാണ് നമ്മുടെ ഓർഗനൈസേഷൻ ഒരു വർഷത്തിന് ശേഷം എത്തിച്ചേരേണ്ടതെന്ന കൃത്യമായ ധാരണ നമുക്ക് മുമ്പിലേക്ക് എത്തുമ്പോൾ അതിന് വേണ്ടുന്ന സറൗണ്ടിങ്സിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള വ്യക്തികളുമായി നമുക്ക് നമ്മുടെ ടൈമുകൾ സ്പെൻഡ് ചെയ്യല്ല, ഇൻവെസ്റ്റ് ചെയ്യുവാൻ, നാം നമ്മുടെ സമയത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു. പലപ്പോഴും നാം ചെയ്യുന്നത്, നാം ഇൻവെസ്റ്റ്മെന്റുകളല്ല ചെയ്യുന്നത്, നാം സ്പെൻഡിങ് മാത്രമാണ്. സ്പെൻഡിങ് ഇൻവെസ്റ്റ്മെന്റ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എങ്ങനെ നമ്മുടെ സമയത്തെ നാം ഓരോരുത്തരിനെ ഉപയോഗപ്പെടുത്തുന്ന എന്ന ചോദ്യത്തിന് നാം കൃത്യമായ ഉത്തരങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ഓർഗനൈസേഷനെയും എവിടെയാണ് നാം എത്തിക്കേണ്ടത് എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി കൃത്യമായി നമുക്ക് മുന്നേറുവാൻ സാധിക്കും. ലേൺ ഹൗ ടു യൂസ് യുവർ ടൈം, നോട്ട് സ്പെൻഡ്. എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും? നമ്മുടെ സമയത്തെ എങ്ങനെയാണ് നാം ഓരോരുത്തരും തന്നെ ഉപയോഗപ്പെടുത്തേണ്ടത്? ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ് 30 minutes ബിഫോർ യു സ്ലീപ്. തീർച്ചയായിട്ടും തന്നെ നാം ഉറങ്ങുന്നതിന് മുമ്പ്, ഇന്നലെ രാത്രി തന്നെ ഞാൻ പ്ലാൻ ചെയ്തു വെച്ചു, ഇന്ന് രാവിലെ 3:30 മണിക്ക് എണീക്കണം, 4 മണിക്ക് സെഷൻസ്, 1 hour സെഷൻ, അത് കഴിഞ്ഞതിന് ശേഷം ഇനി കാര്യം. അതല്ലാതെ ഓരോ ദിവസത്തെയും അതാത് ദിവസങ്ങളിലല്ലേ നാം ചെയ്യേണ്ടത്. ആ പ്ലാനിങ്ങുകൾ കൃത്യമാവണമെന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മുടെ സമയത്തെ ബൈബാക്ക് ചെയ്യുവാൻ നാം എങ്ങനെയാണ് ശ്രമിക്കേണ്ടത്? കൃത്യമായി നാം പ്ലാനിങ്ങോടുകൂടിയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത്. നാം കഴിഞ്ഞ ദിവസം പഠിച്ചു, നമ്മൾ ലിസ്റ്റ് ചെയ്യുക നമ്മളെ പെയിൻസുകൾ എന്തൊക്കെയാണ്, എവിടെയാണ് നാം നമ്മുടെ സമയത്തെ നാം ബൈബാക്ക് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് നാം ബൈബാക്ക് ചെയ്യപ്പെടേണ്ടത്. ലിസ്റ്റ് ഓൾ യുവർ തിങ്സ്, ഓൾ യുവർ പെയിൻസ്. നമ്മുടെ പ്രശ്നങ്ങളെ, നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ച് നാം ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. നാളെ എന്തൊക്കെയാണ് നാം ഓരോരുത്തരും ചെയ്യുന്നത്, അതിൽ ടെറിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ ടെറിബിളായിട്ട് അതോടൊപ്പം തന്നെ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ, നാം ഫോക്കസ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളല്ല, അല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഗ്രേറ്റ് ആയിട്ടുള്ള, ഗുഡ് ആയിട്ടും ഗ്രേറ്റ് ആൻഡ് വേൾഡ് ക്ലാസ് ആയിട്ടുള്ള കാര്യങ്ങൾ
എന്ത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൃത്യമായി ഡെലിഗേറ്റ് ചെയ്യും. ആ ലിസ്റ്റിനെ നാം അനലൈസ് ചെയ്യും. സാർ നമ്മൾ പഠിപ്പിച്ചു, ഓഡിറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് നാം ചെയ്യേണ്ടത് അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായി പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. നാളത്തെ ദിവസത്തിൽ ഞാൻ ചെയ്യേണ്ടത് ഇന്ന കാര്യം 1 2 3 4, ബാക്കി ഒന്നും തന്നെ ഞാനല്ല ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് നമ്മുടെ സമയത്ത് കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കും. അതിൽ നിന്നും കിട്ടുന്ന ഇൻസൈറ്റ് വെച്ചിട്ട് വേണം നാം മുന്നോട്ടേക്ക് നീങ്ങുവാൻ. തീർച്ചയായിട്ടും തന്നെ ഇന്ന് നമുക്ക് മനസ്സിലായ ചില പാഠങ്ങൾ, പ്രത്യേകിച്ച് സ്റ്റീവ് ജോബ്സിന്റെ ജേണിയിലൂടെ, ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ദ റൈറ്റ് സർക്കിൾ ഷേപ്സ് യു, റൈറ്റ്. രണ്ടാമത്തത് മെന്റേഴ്സ് ചേഞ്ച് ദ ഗെയിം. 3, റിജക്ഷൻ റീഡയറക്ട്സ് യു. 4, ഗ്രോത്ത് ഈസ് അബൌട്ട് ഹൂ യു അലൗ ഇൻ. ഈ 4 പോയിന്റുകൾ നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. നിങ്ങളൊരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു.